അതായത് ജനുവരി 9-ാം തീയതി അപേക്ഷ കൊടുത്തു. ജനുവരി മാസം 1-ാം തീയതി ആണ് ഈ HDC യോഗത്തിൽ ഇങ്ങനെയൊരു informed that instructions were received 2 days ago from ESI hospital. താങ്കൾക്ക് എവിടെ നിന്നാണ് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തീരുമാനം എടുത്തു എന്നറിയുന്നതെന്ന് എനിക്കറിയില്ല. ഈ ESI ഹോസ്പിറ്റൽ അനുവദിക്കാനുള്ള തീരുമാനം പ്രേമേന്ദ്രൻ MP തന്നെ കൊല്ലത്ത് എല്ലാ മാധ്യമങ്ങൾ വഴി അദ്ദേഹം നൽകിയതാണ്. ESI ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്, അതിന് അറിയിപ്പ് കിട്ടിയെന്ന് പറഞ്ഞിവിടെ മാധ്യമങ്ങളെല്ലാം വാർത്ത നൽകിയതാണ്. അല്ല, ഞാൻ വായിക്കുന്നത് HDCയുടെ മിനിറ്റ്സ് എന്നാണ്. HDCയുടെ മിനിറ്റ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ജനുവരി 1-ാം തീയതി ചേർന്ന മിനിറ്റ്സിലാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ല. അല്ലല്ല, ആ മിനിറ്റ്സിലുള്ള അതിന് മുകളിലത്തെ കൂടി വായിക്കും. The medical superintendent informed that instructions were received 2 days ago. താഴത്തത് വിശ്വസിക്കുമ്പോൾ മുകളിലത്തെ കൂടി വിശ്വസിക്കട്ടെ. അതുകൊണ്ട് സർക്കാർ തീരുമാനമെടുത്ത് 2 ദിവസം മുൻപാണ് അറിയിച്ചത് എന്ന് 1-ാം തീയതി പറയുന്നു. 9-ാം തീയതി അപേക്ഷ കൊടുക്കുന്നു. കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടില്ലല്ലോ. എന്റെ സുഹൃത്തെ, ഒരു ആശുപത്രി ഇങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ ഒരു ആശുപത്രി ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ ഈ തൊഴിലാളികളുടെ വീതം കൂടി വെച്ചാൽ എന്റെ അച്ഛൻ അവിടെ കിടന്ന മനുഷ്യനാണ്. മനസ്സിലായി, 32 ദിവസം ഞാൻ ആ ഹോസ്പിറ്റലിൽ കാവലിരുന്നവരാ. അതുകൊണ്ട് ആ ആശുപത്രിയിൽ എന്താണ് അതിനോട് അതിനെ സ്വാഗതം ചെയ്യുന്ന ആളാണ്. തൊഴിലാളികൾക്ക് വേണ്ടി പക്ഷേ അത് അനുവദിക്കാതിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെയാണ് ഞാൻ ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇത് ആവശ്യമാണോ അല്ലയോ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് 2 ദിവസം മുമ്പ് തീരുമാനം എടുത്തു എന്നുള്ളത് കൊണ്ടാണോ? അല്ല, ഇൻസ്പെക്ഷൻ അതുകൊണ്ടാണല്ലോ അവർ പോയത്. ഏത് ഇൻസ്പെക്ഷൻ? ഇൻസ്പെക്ട് ചെയ്തല്ലോ. ഈ പറഞ്ഞ സംസ്ഥാന ഇൻസ്പെക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം അല്ലല്ല, അതാണ് തെറ്റ്. വീണ ജോർജ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വീണ ജോർജ് NOC അല്ല ആവശ്യപ്പെട്ടത്, എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ അല്ല 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 എന്റെ സുഹൃത്തെ, നിങ്ങൾ ഈ ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം എന്നെ പഠിപ്പിക്കുക. എസൻഷ്യൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ആവശ്യമാണ്. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് NOC അല്ല. ഈ മറുപടി ഒന്നും നിയമസഭ പാർലമെന്റിൽ ഇന്നലെ മൻസുഖ് മാണ്ഡവ്യ സംസാരിച്ചപ്പോ ഇവരെല്ലാവരും അവിടെ പാർലമെന്റിനകത്ത് മൗനം പൂണ്ട് പണിമുടക്കിന്റെ ഭാഗമായിരുന്നു. എന്താ വിട്ടായിരുന്നു? അല്ല, എന്താ വിട്ടാതിരുന്നത്? അറിയണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ചില കാര്യങ്ങൾ മാത്രം അറിയുകയും ചില കാര്യങ്ങൾ അറിയില്ല എന്ന് ധരിക്കുകയും ചില കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. എന്തിന്? അടിസ്ഥാന സൗകര്യങ്ങളില്ല, അവരോട് യോജിച്ചില്ലല്ലോ. ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരോട് സൗകര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യമാണോ എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റാണ് ആവശ്യപ്പെട്ടത്. സൗകര്യങ്ങൾ പരിശോധിക്കാൻ അത് വേണ്ട ഘട്ടത്തിൽ, ഉചിതമായിട്ടുള്ള ഘട്ടത്തിൽ ആൾക്കാർക്ക് പോവാം. അത് NOC കൊടുക്കാൻ ആവശ്യപ്പെടും. ഡോക്ടർമാരെ ഡോക്ടർമാരെ നിയമിക്കുന്നില്ല. കേരള ഗവൺമെന്റ് തൊഴിലാളികളുടെ പേര് പറഞ്ഞ് തൊഴിലാളികളെ വഞ്ചിക്കുന്നതിന്റെ പേരില്ല. അതാണ് തർക്കം. അതുപോലെ അതല്ലേ, അതൊക്കെ അണ്ടർടേക്കിംഗ് കൊടുത്ത ആൾക്കാർക്ക് അറിയാലോ അതിനുള്ള വഴി. ഞാനും നിങ്ങളല്ലല്ലോ ഇത് എങ്ങനെയാ കൊടുക്കുന്നത് എന്നുള്ള തീരുമാനം എടുക്കേണ്ടത്. അണ്ടർടേക്കിംഗ് കൊടുക്കുന്ന ഡയറക്ടർ ജനറൽ അതിന് അദ്ദേഹത്തിന് വഴി ഉണ്ടാവുമല്ലോ. അങ്ങനെ ലോകത്തിലുള്ള ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ 25 വണ്ടിയായിട്ട് പോകുന്നത് നിർത്താൻ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയും. തൊഴിലാളി വർഗത്തിന്റെ നേതാവ് 25 വണ്ടിയുമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഭയം കാരണം ജനങ്ങളെ ഭയന്നിട്ട് 25 വണ്ടിയുടെ അകമ്പടിയായിട്ട് പോകുന്നത് നിർത്തുക. ആദ്യം കോർപ്പറേറ്റ് മുതലാളിയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണോ എത്ര കോടിക്കണക്കിന് വണ്ടിയിൽ റോൾസ് റോയ്സിൽ പോയത്? ഞാൻ ചോദിച്ചാൽ എന്ത് പറയും? ഏത് കോർപ്പറേറ്റ് മുതലാളിയുടെ വണ്ടി ആണോ ഞാൻ ചോദിക്കാം. നമ്മള് അതായത് CPM നടത്തുന്ന എല്ലാ പ്രചരണവും മാധ്യമ പ്രവർത്തകർ മാധ്യമ സമ്മേളനത്തിലെങ്കിലും
അതേപടി വെടിക്കിട്ട് ആവർത്തിക്കുന്നു. CPM നടത്തുന്ന പ്രചരണം ഉണ്ടാവും. കേരളത്തിൽ 19 MP-മാർ കോൺഗ്രസിന്റെ MP-മാരുണ്ട്. രാജ്യസഭയിൽ ഒരാളൊഴിച്ച് 8 പേര് കോഴിക്കോട് UDF-ന്റെ ഉണ്ട്. നമ്മളിപ്പോ ചർച്ച എയിംസ് അല്ല, എന്റെ ചർച്ച ESI ആണ്. ESI പറയുമ്പോ എയിംസ് ചോദിക്കുന്നതിനെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. എയിംസ് ESI നിഷേധിക്കുന്ന ആളുകൾ 600 കോടി കൊടുക്കാമെന്ന് പറയുമ്പോ വേണ്ട, അത് അട്ടിമറിക്കുന്ന ആളുകൾ എയിംസിന്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ആയിക്കോട്ടെ. എയിംസിന്റെ കാര്യത്തില് BJP നേതാക്കളും ആരോഗ്യമന്ത്രി വീണ ജോർജും പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത്. എന്താ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാത്തതുകൊണ്ടാണ് എയിംസ് വരാത്തതെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല. ആണ് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടില്ല. താങ്കൾ മറുപടി കാണത്തില്ല. വീണ ജോർജ് കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് 2024 മുമ്പ് തന്നെ കിനാലൂരിൽ 150 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് അതിന് ഡോക്യുമെന്റ്സ് നടത്താൻ കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നു. അതിനുശേഷം 2024 കേന്ദ്രത്തിൽ ഒരു കത്ത് കിട്ടി. അതായത് ഈ തത്വത്തിന് അനുമതി നൽകാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കൊടുത്തിട്ടുണ്ട്. അടുത്ത ബജറ്റ് പ്രഖ്യാപിക്കുമെന്നൊരു കത്ത് ഗവൺമെന്റ് കിട്ടുകയും ചെയ്തു. 2024 കാര്യം പറഞ്ഞത് 2024 കത്ത് കൊടുത്തു സംസ്ഥാനത്തിന്. അതായത് ധനകാര്യ മന്ത്രാലയത്തിന് നിങ്ങളുടെ അപേക്ഷ തത്വം അംഗീകരിക്കൊണ്ട് കൈമാറിയിട്ടുണ്ട്. അടുത്ത ബജറ്റും എയിംസ് പ്രഖ്യാപിക്കുന്നൊരു കത്ത് സർക്കാർ ഔദ്യോഗിക കൊടുക്കുകയും ചെയ്തു. അത് ഫേസ്ബുക്കിൽ വീണ ജോർജ് പറയട്ടെ. ഫേസ്ബുക്കിൽ ആരോഗ്യമന്ത്രിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്കിൽ രേഖയാണത്. എന്നിട്ട് ഒരു മിനിറ്റ് ജോർജ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിന്റെ പേര് NOC ആക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഈ കത്തിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. പറയട്ടെ. ഇത് ഒഫീഷ്യൽ അവരെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് എല്ലാം ഒഫീഷ്യൽ അല്ലേ? മന്ത്രി പറയുന്ന എല്ലാം ഒഫീഷ്യൽ അല്ല. അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ട് പോലും ഇപ്പോഴും നിങ്ങളുടെ BJP സംസ്ഥാന ഭൂമി കിട്ടിയിട്ടില്ല. ഭൂമി കൊടുത്ത വയസ്സുകളാണ്. ആരാണ് ജനങ്ങൾ കുട്ടികളാക്കുന്നത്? ഒന്നാമത്തെ കാര്യം, രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവരിതൊക്കെ അറിയുന്ന ആൾക്കാരല്ലേ? അവർക്ക് ചോദിക്കായിരുന്നല്ലോ. അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇല്ല, അവര് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പറയുന്നത്? എന്റെ പോയിന്റ് ESI ആണ്. ESI ആശുപത്രി അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് എന്റെ പോയിന്റ്. അത് കൊല്ലത്തെ 2 കാരണങ്ങളാൽ തൊഴിലാളി